ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ കാര്യങ്ങൾ, തോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി എല്ലാം തുറന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സൺ അല്ല എന്നാണ് കാണുന്നത്. അവർക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും കെയറിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തു പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നതിലൊക്കെ വളരെ ഒരു ബൗണ്ടറീസ് ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട് ഇവർക്ക്. അപ്പൊ അത്രയും ഇപ്പം ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, കൈവിട്ട് പറയാതിരിക്കുക. അതായത് നമ്മളിപ്പം ഒരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നവരുണ്ട്. അതായത് ടു Z കാര്യം പറയണ്ട, ശരിക്കും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു നോർമൽ അവിടെ എന്താണ് നടന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാലും അത് മതി. ചിലവര് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നവരുണ്ട്, അതായത് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ഇവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കുന്നു. അതായത് ഇവർ സംസാരിക്കുന്നതെന്ന് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സണിന്റെ സംസാരവും കാര്യങ്ങളെല്ലാം വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവരെന്താണ് മനസ്സിലിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതുതരം ഒരു ഫീലിങ്സ് ആണോ നിങ്ങളോട് ഈ ഒരു സമയത്ത് തോന്നുന്നത്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒത്തിരി ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ കാണാനും വരുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഫീൽ ചെയ്യുന്നത് വളരെ റൊമാൻറ്റിക് ഫീലിങ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും കൺട്രോൾ ചെയ്ത് അവർ സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ഫേക്ക് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സും അതുപോലെ ക്വീൻ ഓഫ് കപ്സും വന്നിരിക്കുന്നതുകൊണ്ട് ഒട്ടും ഫേക്ക് അല്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് വരും. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ അവർ ഇമോഷണലി സ്പെഷ്യലായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് നല്ല കെയർ ഉണ്ട്, അഫെക്ഷൻ, അട്രാക്ഷൻ എല്ലാം ഉണ്ടെങ്കിലും അതിന് ഒരു ആക്ഷൻ ആയിട്ട് അവർ പുറത്ത് കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരത് ആക്ഷനായിട്ട് പുറത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് വ്യക്തിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പം ഒരു സ്റ്റെബിലിറ്റി ആയിട്ട്, അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി നിങ്ങളോടൊരു ഫീലിങ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ കുറെ കാര്യങ്ങൾ അവർ മറച്ചു പിടിക്കുന്നു, അവരുടെ യഥാർത്ഥമായിട്ടുള്ള അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങളോടൊരു ഇന്റൻഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഉദ്ദേശം, അത് ഈ ഉള്ള ഒരു സ്നേഹമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു സ്നേഹത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കളിതമാശയ്ക്ക് വന്നു, കുറച്ച് നാൾ നിന്നു, അതിനുശേഷം പോകാനുള്ളതാണോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് അത് പറഞ്ഞു തരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഫൺ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു എയിം ഉണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പം ചിലവരുണ്ട് പെട്ടെന്ന് വന്നു ഒരു മനുഷ്യനിലേക്ക് വളരെ ആക്രാന്തത്തോടെ ഇടിച്ചു കയറി വന്ന് ഭയങ്കരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്തി വളരെയധികം സ്നേഹത്തോടെ വാരിക്കോരി തന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങിപ്പോകും. ആ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിചാരിക്കുന്നത് ഈ വ്യക്തിക്ക് എന്നോട് വളരെയധികമായിട്ടുള്ള സ്നേഹമുണ്ട്. അല്ലെ, ചിലപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല, അവർക്ക് ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നമ്മളൊക്കെ അവരെ വിലയിരുത്താനായിട്ട് കഴിയും ആ ഒരു സമയത്ത് അവരുടെ ഒരു പ്രകടനവും കാര്യങ്ങളും വർത്തമാനവും സംസാരവും ഇടപെടലും ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സണെ നമുക്ക് വിലയിരുത്താനായിട്ട് വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തന്നെ ഒരു തണുപ്പം മട്ടിലുള്ള ഒരാള് ഇതിപ്പം എന്താകാനാ, അത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല, ആ ഒരു ക്ലാരിറ്റി തരുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ആർക്കറിയാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചില സമയത്ത് ഉണ്ടെന്ന് തോന്നും, ചില സമയത്ത് ഇല്ലെന്ന് തോന്നും. ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ലോ മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും വളരെ സ്ലോ ആയിട്ടാണ് ഇവർ ഓരോ ആക്ഷൻ എടുക്കുന്നതെങ്കിൽ തന്നെ അവർക്കൊരു ദീർഘവീക്ഷണമുണ്ട്, ഒരു
അവസാനം ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ള ലക്ഷ്യബോധം ഉള്ള ഒരു പേഴ്സണായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ലൈഫിൽ സെറ്റിൽ ആകാൻ കഴിയുന്ന ഒരാളായിട്ട് നിങ്ങളെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ കുറച്ച് ടൈമിങ്, അതുപോലെ കുറെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കുകയുള്ളൂ എന്നാണ് കാണുന്നത്. അപ്പം ശരിക്കും നല്ലൊരു ഇന്റൻഷൻ ആണ്, നല്ലൊരു ഉദ്ദേശം തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കുള്ളത്. പിന്നെ അവരെന്താണ് നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഒരു സത്യങ്ങളൊന്നും നിങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല. അതായത് പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ മൊത്തത്തിലുള്ള സത്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. അതൊരു ചീറ്റിംഗ് എനർജി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടില്ല നിങ്ങളുടെ മുന്നിൽ എന്നുള്ളതാണ്. ചില പേടികളും ഡൗട്ട്സുകളും അതുപോലെ പാസ്റ്റിലെ കുറെ മാറ്റേഴ്സ് ഒക്കെ ഇവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റ് കണക്ഷൻസ് അല്ലെങ്കിൽ പാസ്റ്റിലെ ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർ ഒളിപ്പിച്ചു വെക്കുകയാണ്. അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇവർ ഓപ്പൺ അപ്പ് ആയിട്ടില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പാസ്റ്റിലെ കണക്ഷൻസും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കാര്യങ്ങളോ പാസ്റ്റിലെ ട്രോമാസോ ഇതൊന്നും നമുക്ക് ഈ ഒരു പ്രസന്റ് റിലേഷൻഷിപ്പിൽ അതിലേക്ക് കൊണ്ടുവരേണ്ട തന്നെ കാര്യമില്ല. പിന്നെ ഒത്തിരി ഓപ്പൺ ആയി നമ്മൾ വളരെ ക്ലോസ് ആവുന്ന ടൈമിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും വളരെ ഒരു ഡീപ്പിലേക്ക് വരുമ്പോൾ. അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവർ ഒത്തിരി ഓപ്പൺ അപ്പ് ആയിട്ട്, അതായത് ഇപ്പൊ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു 100% ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സ് വരുമ്പോൾ ഇവർ അതിന്റെ പകുതിയാണ് പുറത്തേക്ക് കാണിക്കുന്നുള്ളൂ. കാരണം അവർക്ക് പേടിയാണ്, ഇത് മൊത്തത്തിൽ ഞാനിങ്ങനെ കാണിച്ച് ഇത് ഭയങ്കര ഡീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിത് നഷ്ടപ്പെട്ടുമ്പോൾ ഞാൻ എത്രയധികം വിഷമിക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കത് ഇപ്പോൾ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഒരു ഫുൾ എനർജി ഇട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവർ തന്നെ തീരുമാനിച്ച് തന്നെ അവരങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ബിഹേവിയർ നമുക്ക് കാണുമ്പോൾ, ഈ ഒരു പേഴ്സന്റെ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്, ചില സമയത്ത് നമ്മളോട് ഒത്തിരി സ്നേഹമുള്ള പോലെ നമുക്ക് തോന്നും, ചില സമയത്ത് ഇതൊരു തണുപ്പൻ മട്ടിലാണല്ലോ ഇത് ഇതാവോ എന്തോ ആ ഒരു രീതിയിൽ തോന്നും. അപ്പം ഈ ഒരു ബിഹേവിയർ കാണുമ്പോൾ നമുക്കാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ നമുക്ക് 4 of Cups വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഓഫർ മുന്നിലുണ്ടെങ്കിലും ഇമോഷണലി ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഓഫർ കാണുന്നുണ്ട്, അവർക്ക് ആ ഓഫർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ സാധനം ഇഷ്ടമാണ്, അവർക്ക് അതിനോട് വളരെയധികം ഫീലിങ്സ് ഉണ്ട്, കെയർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവരിങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് ഞാനിത് കാണുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെ കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ 4 of Cupsന്റെ എനർജി പറഞ്ഞു തരുന്നത്. അപ്പം കാരണം ഈ ഒരു ആക്ട് ചെയ്ത് അവർ നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇന്നറിൽ ഒരു ഡൗട്ട്സ് ഉണ്ട്, ഇത് മതിയോ എന്നുള്ളൊരു ഡൗട്ട്സ് ആണ്. അതായത് ഇത് മതിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണോ എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്നവർ ആദ്യം ചിന്തിക്കുന്നു. പിന്നെ ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇവർ ഓക്കെ ആണോ, ഞാനുമായിട്ട് ഇവർ ഒരുമിച്ച് പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് പോകുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ ചിന്തിച്ചത്. അതാണ് ഇത് മതിയോ എന്നൊരു ഇന്നർ ഡൗട്ട്സ് ഇവർക്കുണ്ടാകുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് സാരം. അതായത് ഓടിച്ചാടി വന്നൊരു തീരുമാനം എടുത്ത് പെട്ടെന്ന് ഇടിപിടി എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ട് പോകുന്നൊരു പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടില്ല എന്ന മട്ടിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു സ്നേഹം നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, അല്ലെ കൊടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം വേണ്ട വിധത്തിൽ സ്വീകരിക്കാനായിട്ട് വരെ ഇവർക്ക് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവരുടെ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി എന്ന് പറയുന്നത് ഇനിയും ഞാനിത് ഹർട്ട് ആകുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു പാസ്റ്റിൽ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനിയും എനിക്ക് വേദനിക്കേണ്ടി വരുമോ, ഇനി എനിക്കൊരു തെറ്റ് സംഭവിക്കുമോ, അപ്പൊ ഇവർ ഓൾറെഡി ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നയൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഓൾറെഡി പാസ്റ്റിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഒരു തെറ്റ് സംഭവിക്കുമോ എന്നൊരു ആൻസൈറ്റി ഇവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ റോങ് ചോയ്സ് ആയി പോകുമോ,
എന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. അതുപോലെ നൈറ്റിലൊക്കെ ഇവർ ഫുൾ ആൻഡ് ഫുൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ കുറിച്ചും ഒക്കെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മനസ്സിന്റെ മറ്റൊരു സൈഡിൽ അവർ ചിന്തിക്കുക നിങ്ങളെ ഇനി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് ഇതിലുള്ളത്. മുഴുവനും അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട്. അപ്പൊ നമുക്ക് ഒരാളോട് വളരെയധികം സ്നേഹം തോന്നുന്ന ആ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് അവിടെ മുന്നോട്ട് പോകാനായിട്ട് വേറൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കോട്ട് അടിക്കും. ആ ബാക്കോട്ട് അടിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവര് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവർ കുറെ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതും അല്ലെങ്കിൽ മുഴുവനായിട്ടൊരു ഫ്രീ ആയിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി വരാതെ നിൽക്കുന്നതും ഒക്കെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഒത്തിരി ഫീലിങ്സ്, ഞാൻ ആദ്യമേ പറഞ്ഞ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഇവർക്ക് ഒത്തിരി ഉണ്ട്. എങ്കിലും അവരത് കൺട്രോൾ ചെയ്ത് പിടിക്കുകയാണ്. ഇമോഷൻ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമോ എന്ന പേടി, ഒരു സ്ട്രോങ് ആയിട്ട് അവരെ മറ്റുള്ളവർ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതൊരു സ്ട്രോങ് ആയിട്ട് നല്ലൊരു എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിവുള്ള സ്ട്രെങ്ത് ഉള്ള, നമുക്കിവിടെ സ്ട്രെങ്തൻ കാർഡ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് മറ്റുള്ളവർ എന്നെ കാണണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പം ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ ഏറ്റവും ഒരു മെച്ചൂരിറ്റി ഇല്ലാതെയും അല്ലാതെയും ഉള്ള രീതിയിൽ ഞാൻ എന്തായിരിക്കുന്നോ ആ ഒരു അതേ രീതിയിൽ നിൽക്കുക സംസാരിക്കുകയൊക്കെ നമ്മൾ കുറേ അങ്ങ് വളരെയധികം സ്നേഹത്തിലാവുന്ന സമയത്ത് ആ ഒരു പേഴ്സണോട് മാത്രമായിരിക്കും നമ്മൾ ആക്ച്വലി നമ്മൾ എന്താണോ ആ രീതിയിൽ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ഓരോ രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മകളോ മകനോ ആണെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള രീതിയിൽ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുമായിട്ട്. പിന്നെ നിങ്ങൾ നെയ്ബേഴ്സിൻ്റെ അടുത്താണെങ്കിൽ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹത്തിലാകുന്ന ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നമ്മൾ നമ്മളുടേതായ എല്ലാ വൾണറബിലിറ്റീസും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അല്ലാതെ നമ്മൾ കുറച്ച് പിടിച്ചു വെച്ചു ബാക്കി കുറച്ച് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു ആക്ട് ചെയ്ത് നമ്മൾ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിലല്ല. അവര് ഇങ്ങനെ എല്ലാം ഒതുക്കി വെക്കുകയാണ്. കാരണം അവർക്ക് പേടിയാണ്. ഈ ഇമോഷൻസ് എല്ലാം വിട്ടു, ഞാനിത് ഇമോഷൻസ് എല്ലാം കൊടുത്ത് ഞാൻ ഫ്രീ ആയി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡീപ്പിലേക്ക് ചെന്നതിന് ശേഷം എനിക്ക് ഈ ഒരു പേഴ്സണെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കരയേണ്ടി വരും, എനിക്ക് വേദന വരും. കാരണം അവർക്ക് ആ ഫീലിങ്സ് എന്താണെന്ന് അവർ ഓൾറെഡി അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൂടെ ഇനി വീണ്ടും കടന്നു പോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അതാണ് അവര് ഒന്ന് പകച്ചു നിൽക്കുന്നതിന് കാരണം. പിന്നെ ആ ഒരു സമയത്ത് അവർ വീക്കായി പോകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അവരെ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവർ കാണണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവരുടെ ഫീലിങ്സ് ഇവർ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അവര് നിങ്ങളോട് എന്ത് ഓഫറൊക്കെ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഓഫറും കാര്യങ്ങളൊക്കെ വെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വലിയ ബിഗ് സർപ്രൈസോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സർപ്രൈസോ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്ന നമുക്കിവിടെ ഒരു എനർജി വരുന്നുണ്ട്. അത് ഒരു റിയൽ എഫേർട്ടാണ്, പക്ഷെ സ്ലോലി ആണ് നിങ്ങളിലേക്ക് എത്തുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലും ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് തന്നെ ഒരു ക്ലാരിറ്റി വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു പാസ്റ്റിൽ ഇവർക്ക് ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒത്തിരി ഇൻഫ്ലുവൻസസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്കും വരുന്നുണ്ട്. പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓൾഡ് ഇമോഷണൽ ട്രോമാസ്, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതോ ഒന്ന് ഈ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് തിരികെ പോകാൻ അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ തിരികെ പോകണമെങ്കിൽ അവർക്ക് ഒത്തിരി സമയമെടുക്കും എന്നുള്ളതാണ്. ആ ഒരു പഴയ വേദനയുടെ ഒരു നിഴല് അല്ലെങ്കിൽ ആ ഒരു പഴയ വേദന ഇപ്പോഴും അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്
ഈ ഈ ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാതെ, അല്ലെങ്കിൽ ഒരു തണുപ്പൻ മട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം മനസ്സിലാകാത്തതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയർ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇടുന്ന എഫേർട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് മാതിരി ഇവർ നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് ഈ പാസ്റ്റ് കണക്ഷൻ ഇൻഫ്ലുവൻസസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻഷൻ ആണല്ലോ, എന്താണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം. അപ്പൊ ഇതാണ് നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് തന്നെ, നല്ല കമ്മിറ്റ്മെന്റ് തന്നെ, ഇതൊക്കെ തന്നെ ഇവർക്കുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ടുകൾ ഒന്നാണ് എന്നാണ്, നിങ്ങളുടെ മൈൻഡ് ഒന്നാണ്. ബാലൻസ് കണ്ടെത്താനായിട്ട് കുറച്ച് സ്ട്രഗിൾ ഉണ്ട് എങ്കിലും ഒരു നിങ്ങളുടെ മൈൻഡും ഹാർട്ടും എല്ലാം ഒരേപോലെ ഒരേ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഒരേ ഒരു ഫീലിങ്സുകൾ തന്നെയാണ്. പിന്നെ 8 ഓഫ് പെന്റക്കിൾസ് വരുമ്പോഴത്തേക്കും അവരൊരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് അവര് അതിലേക്ക് റെഡി ആയിട്ട് ഇറങ്ങും. ഒരു ലേസി ആയിട്ട് നിൽക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ മടിയോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇല്ല. പക്ഷെ അതൊരു സ്ലോലി ആയിരിക്കും ആ ഒരു ആക്ഷനും കാര്യങ്ങളും എല്ലാം വരിക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഫൈനൽ കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് കാർഡാണ്. അതുകൊണ്ട് തന്നെ എംപ്രസ് കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കെയർ, ഗ്രോത്ത്, അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ലവ്, വാംത്ത്, ഇമോഷണൽ അബൻഡൻസ്. അപ്പം ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവര് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു പേടി കാരണം കുറച്ചൊരു സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ലോ പോലെ ഒരു ആക്ട് ചെയ്ത് അവർ ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ, അല്ലാതെ നിങ്ങൾ ഫേക്ക് എന്നുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെയാണ് അവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരുടെ ഫീലിങ്സ് ജെന്യൂൻ ആണ് താനും. ഒരു കാഷ്വൽ ഗെയിം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി തന്നെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് ഒരു പേടിയും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതൊന്ന് ഒരു ഹോണസ്റ്റ് ആണ്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ കുറച്ചൊരു ടൈമും ഒരു ഇമോഷണൽ സേഫ്റ്റിയും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സമയം കൊടുക്കണം. നിങ്ങളിങ്ങനെ ധൃതി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വീർപ്പുമുട്ടിക്കാതിരിക്കുക. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അയ്യോ ഞാൻ പാസ്റ്റിലെ പോലെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റിൽ ഇങ്ങനെ അതുപോലെ ഒരാളല്ല ഞാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഇപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് അവരെ ഫീൽ ചെയ്യിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും അവരിട്ടിട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നോടം വരെ ഈ ഒരു ഇൻസെക്യൂരിറ്റി അവരോടൊപ്പം ഉണ്ടാകും. അതാണ് ഒരു ഇമോഷണൽ സേഫ്റ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു എനർജി ഇവരിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസും കൂടി നമുക്ക് നോക്കാം. ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2005 എന്ന് പറയുന്നൊരു വർഷമാണ്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ, 2004, 1987. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റെയിൻബോ സൈൻസ് കാണുന്നുണ്ടായിരിക്കാം. 639 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23, 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ്. 1996. ലെറ്റർ എ, ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. ഫിസിക്കൽ ഫിറ്റ്നസിന് ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രേസി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലും മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഐസ്ക്രീം ലവർ ആയിരിക്കാം. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെ താല്പര്യമുള്ള ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്സ്. ഓക്കെ, ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന, പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്ത് നോക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ, നീളമുള്ള നഖമൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 48, നമ്പർ 33,
ഫുട്ബോൾ കളിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 35 കിട്ടുന്നുണ്ട്. നമ്പർ 51 പോലീസ് ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പോലീസ് ആകാനൊക്കെ ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരോ എക്സാം എഴുതുന്ന വ്യക്തികളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 52 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 22 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.